സർ, മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ആണല്ലോ. കുറെ ട്രൈ ചെയ്തായിരുന്നു, മെസ്സേജ് വിട്ടിരുന്നു, നോക്കി കാണില്ലാന്നറിയാം. അതെങ്ങനെ, മൊബൈലിലെ തന്നെ പേടിയല്ലേ. ഇതെന്റെ വൈഫാ ലക്ഷ്മി, ആയുർവേദ ഡോക്ടറാ. ഹലോ സാർ, വന്നട്ടെ, ഇരിക്കാം. ശരി മാഡം ഇരിക്കൂ. ആക്ച്വലി ഒരു പോലീസ്മാൻ യൂഷ്വലി ചിന്തിക്കുന്നൊരു രീതി ഉണ്ടല്ലോ, കിട്ടിയ എവിഡൻസ് ഒക്കെ ഒറിജിനലാണോ ക്രിയേറ്റഡ് ആണോ, അത് തെളിയുന്നത് വരെയെങ്കിലും എനിക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ഒരു സ്ത്രീയുടെ വ്യൂ പോയിന്റിൽ ലക്ഷ്മി അത് പറഞ്ഞപ്പോൾ, ലക്ഷ്മി കരുവാൻ. ആൻസി ഇത്രയും ബോൾഡായി ലീഗലി മൂവ് ചെയ്തു എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് 100% ഉറപ്പുണ്ടെങ്കിലേ ഒരു സ്ത്രീ ഇത്രയും ധൈര്യം കാണിക്കൂ. അത് ഞാൻ മോഹനേട്ടനോടും പറഞ്ഞു. താങ്ക് യു മാഡം. ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, ചായ കുടിച്ചിട്ടാ വന്നത്. ആൻസി ഇരിക്കെ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റി. സർ, മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അപ്പൊ തന്നെ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി ആ വഴിക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ ഡിസപ്പോയിന്റ് ആവരുത്, ബാക്കൗട്ടും ചെയ്യരുത്. യെസ് ആൻസി, എന്തൊക്കെ വന്നാലും സത്യം നമ്മൾ പുറത്തു കൊണ്ടുവരണം. അതൊരു വാശിയായിട്ട് എടുക്കണം. ഇവളുടെ നിർബന്ധമായിരുന്നു ആൻസിയെ പോയി കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ. ശരിക്കും എന്നെ കൊണ്ട് വരണമെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു ആൻസി. പുള്ളിക്കാരന് പേടിയായതുകൊണ്ട് ഞാൻ പിടിച്ച പിടിയാലെങ്ങ് കൊണ്ടുവന്നതാ. ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞ് ജോലി പോയാലോന്നൊക്കെ ആയിരിക്കും പേടി അല്ലേ? ഇനി വേറെ വല്ല പേടിയുണ്ടോ? പറയാൻ പറ്റില്ലല്ലോ, ആണുങ്ങളുടെ കാര്യല്ലേ. ആൻസി, ഒറ്റയ്ക്ക് വരാനൊരു മടി ഉണ്ടായിരുന്നു എന്ന് നേരാ. ദേ ഇപ്പൊ ക്രെഡിറ്റ് മൊത്തം ഇവക്കായി. എങ്ങനെയുണ്ട്? എന്തായാലും നിങ്ങൾ രണ്ടാളും വന്നല്ലോ. എന്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നല്. താങ്ക് യു സർ, താങ്ക് യു. ഏയ്, എല്ലാം ശരിയാവും, ഞങ്ങളുണ്ട് കൂടെ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ CM-നെയും DGP-യും കാണാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയായിക്കൊള്ളാം. മിസ്റ്റർ അനന്തം വരുമ്പോ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയാം. ഓക്കെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ലക്ഷ്മി വാ. ശരി എന്നാ. ഇതുപോലൊരു സിറ്റുവേഷനിൽ ഞാൻ ചെന്ന് പെടുവാണെങ്കിൽ സാർ ആൻസിക്ക് കൊടുത്ത പോലൊരു സപ്പോർട്ട് എനിക്കും തരുമോ? തന്നിരിക്കും. പക്ഷേ നിന്റെ ഭാഗത്ത് ശരിയുണ്ടോന്ന് ആഫീസറായ എനിക്കും കൂടെ ബോധ്യപ്പെടണം. അല്ല, അങ്ങനെ വല്ല കുരുക്കുണ്ടാക്കി വച്ചിട്ടുണ്ടോ ശ്രീമതി? ഇതാർക്കും വരാം, ഏത് സ്ത്രീക്കും വരാം. എല്ലാം എടുത്തോണ്ടെങ്കിൽ പോന്നേക്കുവാ. ഇതെല്ലാം എവിടെ കൊണ്ട് വെക്കും? നീ ഒന്ന് പതുക്കെ പറയടി. അവർ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്ന് വിളിച്ചു പറ നിങ്ങള്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും അടച്ചിടാൻ പറ. അവരെല്ലാം കൂടി ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുക. ആ സുഹൃത്താത്തേക്കാണെങ്കിൽ RCCയിലെ ട്രീറ്റ്മെന്റിന് ഒരാഴ്ച ഇവിടെ താമസിക്കാന്ന് പറഞ്ഞതാ. അതിനു പോലും ഞാൻ സമ്മതിച്ചില്ല. ആ ശിവൻപിള്ളയുടെ വീടേ ഞാൻ നിന്നോട് ചോദിക്കാൻ പറഞ്ഞല്ലേ. അങ്ങനെ ആയിരുന്നു പിള്ളേർക്ക് സ്കൂളിൽ പോകാനും എളുപ്പമായിരുന്നു. ശിവൻപിള്ളയുടെ വീടോ? എങ്കിൽ ഈ സിറ്റുവേഷൻ ഒന്ന് ഒഴിവാക്കായിരുന്നു. മാന്യമായി ജീവിക്കുന്ന ആരെങ്കിലും സമ്മതിക്കോ ആൻസിയെ പോലൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ? സാറേ, അതോട്ട് വെച്ചോട്ടെ. കൊണ്ടുവച്ചോ, അങ്ങ് മേളിലോട്ട് കൊണ്ടുപോയി. വേണ്ട വേണ്ട, അവിടെ തന്നെ വെച്ചോ, അവരും ഒന്ന് എടുത്തോളൂ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി എന്തെങ്കിലും കൊണ്ടുവന്ന് എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് ഞാൻ എന്റെ പാട്ടിന് പോകും. ഓ, നിർത്തി. അതെ, അങ്ങോട്ട് അങ്ങോട്ട്. അനന്ത, ദേ അപ്പുറത്തെ ഗേറ്റിലോട്ട് ഇട്ടാ മതി. സാധനങ്ങൾ ഇറക്കാൻ എളുപ്പമാവും. ഇക്കാൻ ഞാൻ വിളിക്കാം. 2 ദിവസം കഴിഞ്ഞ് അവരങ്ങ് പോകുമെന്നാ പറയുന്നേ. പോയില്ലെങ്കിലോ അതിനുള്ള പണി എനിക്കറിയാം. ദേ വണ്ടി വന്നു. ശരി, ഞാൻ പിന്നെ വിളിക്കാം. വാ. സാർ, ബാഗ് പൊട്ടുന്ന സാധനമുണ്ട്, സൂക്ഷിക്കണേ. വണ്ടിയുടെ ബാക്കിലും ഉണ്ട്, എടുത്തു. ശരി.
വാനന്ദ ഒറ്റ മനുഷ്യന് വീട് കൊടുക്കില്ല. ശരിയാ. കൊടുവള്ളി സാർ എങ്ങനെ ഭാര്യയെ കൊണ്ട് സമ്മതിപ്പിച്ചാന്നോ? ആഹാ, അല്ല ഇതാരാ? ഇത്രയും സാധനങ്ങളേ ഉള്ളോ? അതോ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി എല്ലാം കൊടുത്തിട്ടാണോ വന്നേ? കേറി വാ. പെട്ടിയൊക്കെ വാ മക്കളെ. വരുന്നുണ്ട്. വാ ആൻസി. ബാഗ് ആ ആ ഞാൻ വാ കേറി വാ. ബാക്കി സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? അത് ഞങ്ങളിവിടെ റൂമിലിട്ട് അടച്ചു. ഞങ്ങൾ താമസിക്കുന്നില്ലല്ലോ, ജിമ്മിച്ചാന് പ്രശ്നമുള്ളൂ. ഇനി ആ റൂമിനൊരു വാടക കൊടുക്കേണ്ടി വരും. ഇതാ മുറി. വന്നേ. എന്തായാലും എനിക്ക് സമാധാനമായി. ഞാൻ ഇക്കയോട് പറഞ്ഞതേ ഉള്ളൂ. ചെറിയ വണ്ടിയിലല്ലേ കൊണ്ടുവന്നത്. എല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്നാൽ ഇടാൻ സൗകര്യം കുറവാ. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വീട് കിട്ടുമ്പോൾ അങ്ങ് മാറണ്ടേ. ഇത് അൻസലിന്റെ മുറിയാ. അവന് പഠിക്കാനുള്ള ബുക്കുകളാ ഇതൊക്കെ. ഇത് ഞാനങ്ങ് താഴെ വെച്ചോളാം. എടാ മോനെ, ബുക്കൊക്കെ എടുത്ത് ഇവിടെ വെച്ചോ. അത്യാവശ്യം തുണി മാറാനുള്ളത് മാത്രം മുകളിലേക്ക് എടുത്താൽ മതി. ബാക്കിയൊക്കെ താഴെ ഇരിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ് മാറേണ്ടതല്ലേ. സ്കൂളിനടുത്ത് വീട് കിട്ടാത്തോണ്ടാ. ഇനിയിപ്പോൾ അത് ശരിയായില്ലെങ്കിലും കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറാന്ന് വിചാരിക്കാം. ഫാമിലിക്ക് വീട് കിട്ടാൻ എളുപ്പമാ. ബാച്ചിലേഴ്സിനാ താമസം. നാട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ നമുക്ക് വേണ്ടപ്പെട്ട ബന്ധുക്കാരുടെ എത്ര പേരോട് പറഞ്ഞാന്നറിയോ? ഒരാൾക്കും വിശ്വാസമില്ല. പേരുദോഷമാവും പോലും. എന്തൊരു മനുഷ്യരല്ലേ. ആൻസിക്ക് അടുക്കളയൊക്കെ കാണണ്ടേ? വാ വാ ആൻസി. പിള്ളേരുടെ ഒരു ദിവസത്തെ ക്ലാസ് പോയില്ലേ? അവർ നോട്ട്സ് എഴുതി എടുത്തോളൂ. മോൻ വരാറായി. സ്കൂൾ ബസ് ഇതിന്റെ മുന്നിലൂടെയാ പോകുന്നത്. ഇപ്പൊ വരും. വന്നു കയറിയാൽ ഒരു ഗ്ലാസ് പാല് നിർബന്ധമാ. TV കണ്ട് ശീലിച്ചതാ. ആൻസിയുടെ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നാൽ എന്ത് കഴിക്കും? ബേക്ക്ഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഉച്ചക്കലത്തെ ചോറും കറികളൊക്കെ ഞാൻ അടച്ചു വെച്ചിട്ടാ പോവാറ്. ചോറോ? ഈ വീട്ടിൽ ഞങ്ങൾ ചോറേ വെക്കത്തില്ല. എനിക്കിഷ്ടം ചപ്പാത്തിയാ. ചിക്കനോ മട്ടനോ നിർബന്ധമാ. അതും രാവിലെ ദോശയുടെ കൂടെ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാവരും പരിചയക്കാരാ. വിളിച്ചു പറഞ്ഞാൽ പാക്ക് ചെയ്ത് കൊടുത്തുവിടും. ഹോം ഡെലിവറി. പേടിഎം ഉണ്ടല്ലോ. ബാങ്കിലും പോവണ്ട. ആൻസി ഇവിടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നേ? മോളി പോവോ? അയ്യോ ഇല്ല, അത് വീട്ടിനടുത്തൊരു പലചരക്ക് കടയുണ്ട്. സാധനം തീരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്നാ വാങ്ങാം. ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്ക്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചു പറയാം. പേടിഎം ഉണ്ടല്ലോ. അതൊന്നും വേണ്ട, ഞാൻ അനന്തുവിനെ പറഞ്ഞു വിട്ടോളാം. പിന്നെ ഞങ്ങള് വീട്ടിൽ നിന്ന് കുറച്ച് അരിയും സാധനങ്ങളും പാക്ക് ചെയ്തിട്ടാ വന്നത്. എങ്കിൽ പിന്നെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനേ ബാക്കിൽ ഒരു കിച്ചൺ ഉണ്ട്. ചോറും കറിയൊക്കെ വെക്കാൻ സൗകര്യമാ. പക്ഷെ വിറക് വാങ്ങിക്കണം. ഗ്യാസ് ഇല്ല. ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ജോലിക്കൊന്നും പോകണ്ടല്ലോ. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ആൻസി, പോലീസിലോ സൈബറിലോ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി? അത് CMനെയും DGPനെയും കാണാനിരിക്കുക. DGPയോ? അവരെയൊക്കെ ഇനി എന്തോന്ന് കാണാനാ? നമ്മൾ പെണ്ണുങ്ങൾ പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കുവോ? കണ്ടതല്ലേ വിശ്വസിക്കൂ. അവരീ കേസ് തെളിയിക്കൊന്നും പറഞ്ഞ് കാശ് മേടിക്കും, ഇടയ്ക്ക് നിന്ന് പറ്റിക്കുകയും ചെയ്യും. ഞാൻ ഒന്ന് ചെല്ലട്ടെ. എനിക്ക് പലചരക്ക് കട വരെ ഒന്ന് പോകണം. ഇനിയിപ്പം എന്തായാലും 2 ദിവസത്തേക്കുള്ള സാധനം എടുത്താൽ മതി. ഒരാഴ്ചയാവും ചിലപ്പോൾ മാറാൻ. വീട് ഏതെങ്കിലും ഒന്ന് ശരിയാവണ്ടേ? എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിയേ പറ്റൂ. നമുക്ക് ടൗണിലായാലും മതി. പിള്ളേരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുവിടാം. ഇവിടെ ശരിയാവും തോന്നുന്നില്ല. അവരെന്തെങ്കിലും പറഞ്ഞോ? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇനി പറയാനുള്ള അവസരം ഉണ്ടാക്കണ്ടെന്നായി പറയുന്നത്. അങ്കിളെ എപ്പോ വന്നു? കുറച്ചു നേരമായി. അല്ലു ആമയുണ്ടോ? ഉണ്ട്. ഒരു മെയിലുണ്ട്. മമ്മി
മനസ്സിലേ? അതെ, നിന്റെ സാധനങ്ങളൊക്കെ 2 ദിവസത്തേക്ക് താഴേക്ക് മാറ്റിയിട്ടുണ്ട്. താഴേക്ക് മാറ്റിയോ? ആ പിള്ളേർ 2 ദിവസത്തേക്ക് അവിടെയാ കിടക്കുന്നേ. നീ വലിയ കമ്പനിക്കൊന്നും പോവണ്ട. എന്തുവാ മമ്മി? അവരിവിടെ നിൽക്കുന്ന കാര്യമൊന്നും സ്കൂളിൽ ചെന്ന് പിള്ളേരോട് പറയണ്ട, നാണക്കേടാ. ഞാനൊന്നും പറയുന്നില്ല. നീ അത് കൂടി. ഒരാഴ്ചത്തേക്ക് മുംബൈയിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ കല്യാണം നടത്തിക്കൊടുക്കണമെന്നാ സുധാകർജിയുടെ ഓർഡർ. ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അല്ലേലും ഇവിടെ തന്നെ ഉണ്ടാവണമല്ലോ. നല്ല കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നടക്കാൻ പോവല്ലേ. എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ, നിങ്ങളോടും നിങ്ങളുടെ സുധാകർജിയോടും. ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാ. സുധാകർജിയുടെ വഴക്ക് കേൾപ്പിക്കരുതേ. എന്തായാലും വിനീഷ് ഇവിടെ ഒരാഴ്ച നിന്ന് കല്യാണം കൂടണം. പിന്നെ നമ്മുടെ ഫിലിമിന്റെ കാര്യങ്ങളും ഉണ്ടല്ലോ. അതാണ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വീക്കിൽ നമുക്കതങ്ങ് റൂട്ടിൽ കയറ്റണം. അതുകൂടിയാണ് എന്റെ അജണ്ട. ഓക്കെ. ആനന്ദകൃഷ്ണനോട് വന്നിരുന്നല്ലേ? വന്നിരുന്നു. വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടാ പോയത്. അവനെ ദ്രോഹിക്കരുതെന്ന് പറയാൻ വന്നതാ. അത് കൊള്ളാം. ദ്രോഹിക്കുന്ന ശീലം അവനല്ലേ? സെറ്റൊക്കെ ഇട്ട് ഷൂട്ടിംഗും തുടങ്ങുന്ന ദിവസം നായിക അടിച്ചോണ്ട് പോയത് അവനല്ലേ? എത്ര ലക്ഷം എനിക്ക് നഷ്ടമായെന്ന് അറിയാമോ? അത് പോട്ടെ, അതിനെല്ലാം കൂടെ ചേർത്ത് ഈ പ്രൊജക്റ്റ് അങ്ങ് കൊടുത്തേക്കണം. അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ചാച്ചാജി ഫിലിംസും സുധാകർജിയും വളരെ പ്രൊഫഷണലാണ്. പേഴ്സണൽ ഇഷ്യൂസ് ഒന്നും അതിൽ ക്ലബ് ചെയ്യണ്ട. ഫണ്ട് ഇറക്കുന്ന ഞാനാണെങ്കിൽ അതിൽ എന്റെ ഇഷ്യൂ, എന്റെ എയിം വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ സുധാകർജിയോട് നേരിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ വന്നത് പറഞ്ഞല്ലോ, കല്യാണം, പിന്നെ നമ്മുടെ പ്രോജക്റ്റും. നെക്സ്റ്റ് ഇയർ റംസാൻ റിലീസായിട്ട് നമ്മുടെ പടം തിയേറ്ററിൽ എത്തണം. അതൊക്കെ ചാച്ചാജിയുടെ റെസ്പോൺസിബിലിറ്റി. ഫണ്ട് 1.5 crores അന്നേ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ട സമയമായി സാർ. ആർട്ടിസ്റ്റിന് അഡ്വാൻസ് ചെയ്യണം, സെറ്റ് വർക്കും തുടങ്ങണം. അല്ല, ഈ ടോട്ടൽ ബഡ്ജറ്റ് എത്ര വരും? ഒരു 30-35 crores വരും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 5 crores ട്രാൻസ്ഫർ ചെയ്യണം. ഈ കല്യാണ തിരക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ. ഐ മീൻ ടുഡേ ഓർ ടുമാറോ. എനിക്ക് എന്റെ എയിം നടക്കണം. ആനന്ദന്റെ എഗ്രിമെന്റ് വാങ്ങിക്കണം. അയാൾ ഒരു 5 lakhs അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഓക്കെ. പക്ഷെ പ്രോജക്റ്റുമായിട്ട് മൂവ് ചെയ്യാന്ന് അയാൾ ഉറപ്പ് തന്നിട്ടുണ്ടോ? ഉണ്ടോ? അവന്റെ പെണ്ണും പിള്ളയുടെ ഇഷ്യൂ വന്നതിന് ശേഷേ അവനാകെ അങ്കലാപ്പില്ല. കാലുവന്ത നായെ പോലെ കിടന്ന് ഓടുക. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സിനിമയുടെ ട്രൂപ്പ് കാണിച്ച് ഈ നാട് കടത്തി വിടണം. അതിനാ ഞാൻ പൈസ മുടക്കുന്നത്. അതിന് 4 അല്ല 40 കോടി ഞാൻ മുടക്കും. കൊടുവള്ളി പറഞ്ഞത് അനന്തൻ ഓൾമോസ്റ്റ് സമ്മതിച്ചതായിട്ടാ. ഓക്കെ. പിന്നെ ഇതിൽ ഞാനാണ് പൈസ മുടക്കുന്നതെന്നുള്ളത് ഒരു കാരണവശാലും അനന്തൻ അറിയാൻ പാടില്ല. അത് ഈ നിമിഷം വരെ അറിഞ്ഞിട്ടില്ല, അറിയിക്കത്തുമില്ല. ഓക്കെ. ഞാനും കൊടുവള്ളി അനന്തനും മാത്രമേ ഉള്ളൂ ചാച്ചാജിക്ക് വേണ്ടി സംസാരിക്കാൻ. ഫൈൻ. അപ്പോ വൈകിട്ട് ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് കൂടാം. ഓക്കെ, ശരി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ആയിക്കോട്ടെ. ശരി. അതെ, ഈ ബോംബെക്കാരൻ നമ്മളെ മുടിപ്പിക്കാൻ വന്നതാണോ? വൈകുന്നേരം ആകുമ്പോഴേക്കും 5 കോടി വലിച്ചെറിയാന്ന് പറയുന്ന കേട്ടു. ഉണക്കപ്ലാവിലൊന്നും അല്ല കാശ്. ഞാൻ പണം മുടക്കും. എന്റെ പണമാണ് ഇതിന്റെ പുറകിലെന്ന് അറിയാതെ അവൻ വർക്ക് തുടങ്ങട്ടെ. കുറെ അങ്ങ് എത്തുമ്പോഴേ ഞാൻ അങ്ങോട്ട് കയറി നിൽക്കും മുന്നിലോട്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യും? അവൻ നിങ്ങളെ വലിച്ചെറിഞ്ഞ് ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയാലോ? അവനെ മിടുക്കനാ. പിന്നെ നമ്പർ 1 ക്യാമറാമാനും ആകും, പ്രൊഡ്യൂസറും ആകും. നിങ്ങൾ പറയുന്ന ഈ കോടിയൊക്കെ അപ്പൊ അവന് നിസ്സാരമായിരിക്കും. നിങ്ങൾ മുടക്കുന്ന പണമൊക്കെ എന്താകുമെന്ന് നിങ്ങൾ ആലോചിച്ചോ? നിങ്ങൾക്ക് വിരിവെക്കാനേ ഒരു കൂട്ടുകാരന്റെ തിണ്ണ പോലും കാണില്ല. ഈ പറഞ്ഞ ആരുടെയും അത് ഓർത്ത് കളിച്ചാ മതി. ഇറക്കിയതൊക്കെ പോട്ടെ, നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തിക്കോണോ ഇത്? പോടി. ആദിത്യ കൃഷ്ണനാണോടി നീ ബിസിനസ് പഠിപ്പിക്കുന്നത്? അനന്തകൃഷ്ണൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോ ഈ സ്പോട്ടിൽ പറയണം. हेलो, हाँ बोलिए भाई. हाँ, अब मैं केरला में हूँ. हाँ, 25th में आऊँगा. फिगर मत करो भाई, मैं आऊँगा, जरूर आऊँगा. ओके भाई, ओके बाय. ഒരുപാട് ആലോചിക്കാനുള്ള സമയമൊന്നുമില്ല. ഇല്ലെങ്കിൽ അഡ്വാൻസ് 5 ലക്ഷം ഇപ്പോ ഇവിടെ വെക്കാം.
ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുത്തോളാം. ഗുഡ്. എന്നാൽ ഈ ആഴ്ച മുംബൈയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഒരു ക്രൂ മൊത്തം അവിടെ വെയിറ്റ് ചെയ്യാണ്. എന്താ ഒരു കൺഫ്യൂഷൻ? അത് സുധാകർജി ആവശ്യപ്പെട്ട ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തതുള്ളൂ. ആൻസിയുമായി ഇപ്പൊ യാതൊരു ബന്ധവുമില്ലാന്ന് പറഞ്ഞ് അനന്തന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് സുധാകർജി പറഞ്ഞിരുന്നു. അതെ അതെ, അതിനെന്താ എത്ര കൺഫ്യൂഷൻ? ഞാൻ പറയുന്നത് ചാച്ചാജി ഫിലിംസിന് വേണ്ടിയല്ല, പ്രൊജക്ടിന് വേണ്ടിയോ അല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് 4-5 വാക്ക് അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ നഷ്ടം? ഈ ആൻസിക്ക് എന്താണ് നഷ്ടം? മാർക്കറ്റിങ്ങിനും പ്രൊമോഷനും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്. ഷോ ബിസിനസ് ഷോയാണ്. അതിനെ ഇമോഷണലായിട്ട് കാണുന്നതാണ് കുഴപ്പം. നിങ്ങൾ കണ്ടിട്ടില്ലേ വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുന്ന സ്റ്റാർസ് ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന്? അത് കഴിഞ്ഞ് അവർ ബെഡ്റൂമിലേക്ക് ഒരുമിച്ചാ പോകുന്നത്. പിന്നെ ഓപ്പോസിറ്റ് വെർഷനും ഉണ്ടേ. ഒരു റിലേഷനും ഇല്ലെങ്കിലും ഒരു പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി ഒരു അഫെയർ ക്രിയേറ്റ് ചെയ്യും. ഗോസിപ്പ്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നാൻസി എന്ന ഡാർക്ക് ഇമേജ് ഉള്ള ആ സ്ത്രീയുമായി യാതൊരു ബന്ധവുമില്ല, അവരുടെ കാര്യങ്ങൾ അറിയില്ല എന്നൊരു പോസ്റ്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളും ഒരു സുഖമായിട്ട് ജീവിച്ചോ. അതിന് ചാച്ചാജി ഫിലിംസിന് എന്താ കുഴപ്പം? അനന്ത, ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനിപ്പോ എന്ത് കുഴപ്പമെന്നാ? ഞാൻ മാനേജ് ചെയ്തോളാം കാര്യങ്ങൾ. അല്ലാതെ ഇപ്പൊ ഇനി എന്ത് ചെയ്യാനാ? ഇനി അതിന് വയ്യെങ്കിൽ 5 ലക്ഷം ടേബിളിൽ വെച്ച് പോവുക. പോയി കുടുംബമായിട്ട് സമാധാനമായിട്ട് ജീവിക്കും. ഒരു സിഗരറ്റ് വലിക്കുന്ന സമയം അതിനുള്ളിൽ യെസ് എന്നോ നോ എന്നോ അല്ല, ഐദർ യുവർ സിഗ്നേച്ചർ ഓർ 5 lakh rupees. അത് കിട്ടിയേ പറ്റൂ. അയാൾ പറഞ്ഞിട്ട് പോയെന്താ കേട്ടല്ലോ? ഇത് ജീവിതമാ, സമയമല്ല നമുക്ക് മുന്നിൽ. ഇനി എന്തെങ്കിലും ഉണ്ടോ അനന്ത മുന്നിൽ? 2 പിള്ളേരാ വളർന്നു വരുന്നത്. താനേ ഇനി ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെങ്കിലും ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുക്ക്. ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഞാനുണ്ടല്ലോ ഒപ്പം. പിന്നെ താൻ എന്തിനാ പേടിക്കുന്നേ? ധൈര്യമായിട്ടിരിക്കേ. പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചേക്കണം. സംസാരിച്ച് വഷളാക്കരുത്. എഗ്രിമെന്റ് ചെയ്ത കാര്യം ഞാൻ അവളോട് പറയും. അവളുടെ മുന്നിൽ ഞാനൊന്നും മറച്ചു വെക്കാറില്ല. മറയില്ലാതെ ജീവിച്ചതിന്റെ എങ്ങനെയൊക്കെ ആയത്? എഗ്രിമെന്റ് ചെയ്ത കാര്യം പറയാതെ ബാക്കി കാര്യങ്ങൾ ഞാൻ എങ്ങനെ അവതരിപ്പിക്കും? വലിയ അവതരണമൊന്നും വേണ്ട. പ്രോജക്റ്റ് സൈൻ ചെയ്ത് മുംബൈക്ക് പോകണം. ഡ്രസ്സ് മാറാതെ അങ്ങ് കിടന്നോ? എഴുന്നേറ്റ് ചായ കുടിക്കേ. ഞായറാഴ്ചയാണ് കല്യാണം. അതവിടെ ഭംഗിയായിട്ട് നടന്നോളൂ. അതോർത്ത് എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? എന്നെ ഓർത്ത് വിഷമിക്കാൻ ആ വീട്ടിൽ ആരും ഇല്ലല്ലോ. വിഷം തന്ന് അവസാനിപ്പിക്കാൻ നോക്കിയിരിക്കുന്നവരാ അവിടെ എല്ലാവരും. പല്ലവി അത് തന്നെ. അതങ്ങനെ പോട്ടെ. അത് അവളുടെ വിധിയാണെന്ന് വിചാരിച്ചാൽ മതി. ആ ഋഷിയുടെ കൂടെ ആ പെങ്കൊച്ചിന് നല്ല ജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ സ്വഭാവം ഇനി അങ്ങോട്ട് മാറുമെന്നും തോന്നുന്നില്ല. അത് നമ്മൾ വിട്ടേക്ക്. അതൊക്കെ അടഞ്ഞ അധ്യായ. നമ്മളാണെങ്കിൽ ഇവിടെ വഴിയടഞ്ഞ് നിൽക്കുക. എങ്ങോട്ട് പോകണമെന്ന് പോലും അറിഞ്ഞുകൂടാ. 2 ദിവസത്തേക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാലേ ആ സ്ത്രീ വാണിംഗ് ബെല്ലടിക്കും. കൊടുവള്ളി പറഞ്ഞാലൊന്നും അവര് കേൾക്കത്തില്ല. അനന്തു,
കുറച്ചങ്ങോട്ട് മാറിയിട്ട് ടൗണിലെ അവിടെയൊക്കെ ഫ്ലാറ്റ് വാടകയ്ക്ക് കിട്ടുമെന്നാ പറയുന്നേ. ആ CA രാജ്മോഹൻ സാർ അറേഞ്ച് ചെയ്ത് തരാമെന്നും പറഞ്ഞു. പിന്നെ പിള്ളേർക്ക് അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. അതിന് നമുക്ക് എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്യാം. CI സാർ സഹായിക്കാന്ന് പറഞ്ഞു. ആ നാളെ ഇങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞിരിക്കുക. CMനും DGPക്കും ഉള്ള ഡ്രാഫ്റ്റുമായിട്ടാണ് സാറ് വരുന്നത്. ഈ ആഴ്ച തന്നെ കാണണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അവിടെ അസംബ്ലി ഒന്ന് തുടങ്ങുകയാണ്, അവരാരും പിന്നെ ഫ്രീ ആവത്തില്ല എന്ന്. എടോ അതൊക്കെ വലിയ മെനക്കേടും പൈസ ചെലവാ. എനിക്കാണെങ്കിൽ നമ്മുടെ പ്രോജക്റ്റുമായി ബോംബെ വരെ പോകാതിരിക്കാനും പറ്റില്ല. അപ്പൊ പിന്നെ അത് മാറ്റിവെച്ചാൽ ഭയങ്കര കുഴപ്പമാ. ഞാനാണെങ്കിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തു. അവര് തന്ന 5 ലക്ഷം അഡ്വാൻസ് എങ്ങനെയാ പോയതെന്ന് നിനക്കറിയാലോ. പ്രോജക്റ്റ് സൈൻ ചെയ്തില്ലെങ്കിൽ അവര് തന്ന അഡ്വാൻസ് ടേബിളിൽ വെക്കാനാ അവര് പറഞ്ഞത്. സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. ഗതി വിട്ട് പോയാൽ പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ. നാശം. അനന്ത് വിഷമിക്കാതെ, ഇതെല്ലാം നല്ലതിനാന്ന് വിചാരിച്ചാൽ മതിയല്ലോ. ഈ പ്രൊജക്ട് ദൈവമായിട്ട് തന്നതാ. ഒരു വഴി തടസ്സം വരുമ്പോ വേറൊരു വഴി തുറന്നു തരും കർത്താവ്. അല്ലെങ്കിൽ ഈ പ്രൊജക്ട് വരില്ല അനന്തു. എന്നാലേ ഒരു കാര്യം ചെയ്യാം. ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബോംബെക്ക് പോകും. അതുവരെ ആൻസി ഇവിടെ നിൽക്ക് പിള്ളേരെയും കൊണ്ട്. അമ്മേ, കൊടുവള്ളി അവരെ കൊണ്ട് സമ്മതിപ്പിച്ചോളും. അപ്പൊ അനന്ത് എന്നാ വരുന്നത് തിരിച്ച്? അതവിടെ ചെന്നാലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ചിലപ്പോ 2-3 ആഴ്ച. അപ്പൊ CMന് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് അനന്ത് വരില്ലേ കൂടെ? അത് ഈ ആഴ്ച തന്നെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നേ. അത് വെച്ച് താമസിപ്പിച്ച് ശരിയാവത്തില്ല അനന്തു. എന്റെ ആൻസി അത് വന്നിട്ട് ചെയ്താ പോരെ? അത് വെച്ച് താമസിപ്പിച്ച് ശരിയാവത്തില്ലെന്ന് ആൾക്കാരുടെ കുത്തുവാക്ക് കേട്ടോണ്ടിരിക്കും ഞാനിപ്പോ. ആ റഷ്യനാണെങ്കിൽ എപ്പോ നോക്കിയാലും ഇങ്ങനെ ഒരു കുത്തി വെച്ചോണ്ടിരിക്കുക. അവരുടെയൊക്കെ വിചാരം ആ വീഡിയോയിലുള്ള ഞാൻ തന്നെയാണെന്നാ. അതൊക്കെ പോട്ടെ, എന്റെ പിള്ളേര് അവരാകെ പാടെ വിഷമിച്ചിരിക്കുകയാണ്. അവരാണെങ്കിൽ എക്സാമിന് ഒരു വഹ പഠിച്ചിട്ടില്ല, ഇതൊക്കെ ഓർത്തോണ്ടിരിക്കുക. അതുകൊണ്ട് ആരെ കണ്ടാലും ഞാൻ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് മാലോകരെ അറിയിച്ചേ പറ്റത്തുള്ളൂ. അതിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ അനന്തു. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മുടെ ജോലിയോ പ്രോജക്റ്റോ അല്ല, CMന്റെ മുമ്പിൽ പോയി മുഖം രക്ഷിക്കുന്നതാ.